എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 18 ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹൈപ്പർ ലിങ്ക് നമ്മൾ ഇൻസേർട്ട് മെനുവിൽ നമുക്ക് ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ നിന്നുകൊണ്ട് വേറൊരു എക്സൽ ഷീറ്റിലേക്ക് ലിങ്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണേ ഈ ഷീറ്റിൽ തന്നെ നിന്നുകൊണ്ട് ഈ വർക്ക് ബുക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ഷീറ്റിലേക്ക് എങ്ങനെ ഹൈപ്പർ ലിങ്ക് ചെയ്യാം. പിന്നെ നമുക്ക് അതർ എക്സലിലേക്ക് വേറെ എക്സൽ ഫയൽ, ഇപ്പോൾ നമ്മൾ വേറൊരു എക്സൽ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെയിം വർക്ക് ബുക്കിൽ നിന്നിട്ട് നമുക്ക് മറ്റ് ഷീറ്റിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്കിലാണ് നമുക്ക് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ലിങ്ക് ചെയ്യേണ്ടത് നമുക്ക് ഏത് സെല്ലാണോ ആ സെല്ല് സെലക്ട് ചെയ്യാം. സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് എടുക്കുക. ഹൈപ്പർ ലിങ്ക് എടുക്കുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫയല്, വെബ് പേജ് അങ്ങനെ കിടക്കുന്നുണ്ട്. പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ്, ഈ ഡോക്യുമെൻറ്റിൽ വേറെ എവിടെയെങ്കിലാണ് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ഏത് ഷീറ്റിലാണ് കണ്ടത്, സെൽ റെഫറൻസ് എടുപ്പുണ്ട്, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, സെയിൽസ് റിപ്പോർട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സെയിൽസ് റിപ്പോർട്ടിലേക്ക് എന്ന ഷീറ്റിലേക്ക് ഇവിടെ നമുക്ക് താഴെ ഉണ്ട് ഷീറ്റ് 2, ഷീറ്റ് 3, സെയിൽസ് റിപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ കേസിൽ യൂസ് ചെയ്യുന്ന കുറേ ഡേറ്റാസൊക്കെ ഉണ്ടെങ്കിൽ, കുറേ ഷീറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ലിങ്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സെയിൽസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. സെയിൽസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ഒരു ബ്ലൂ കളറിൽ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കളർ ബ്ലൂ ആയിരിക്കും, ബ്ലൂ ഓർ വയലറ്റ് കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ലിങ്ക്, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഷീറ്റിലാണ് നമ്മൾ ലിങ്ക് എടുക്കുന്നത് ആ ഷീറ്റിലേക്ക് നമുക്ക് പോയിക്കൊള്ളും. നമ്മളിപ്പോൾ വലിയ ഓഫീസുകളിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഹൈപ്പർ ലിങ്ക് കൊടുക്കും. കാരണം ഫസ്റ്റ് ഷീറ്റിലും നമ്മുടെ മെയിൻ ഡോക്യുമെൻറ്റ്സ് ജസ്റ്റ് നെയിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സെയിൽസ് റിപ്പോർട്ട്, സാലറി ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോന്നും ഉണ്ടാവുള്ളൂ. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷീറ്റിലേക്ക് നമുക്ക് പോയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരാളുടെ സാലറി ഡീറ്റെയിൽസ് കാണണം, പെട്ടെന്ന് അവർ ജസ്റ്റ് അവരുടെ നെയിമിൽ ക്ലിക്ക്, ആ നെയിമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമുക്ക് റിമൂവ് ഹൈപ്പർ ലിങ്ക് കൊടുത്താൽ മതി. റിമൂവ് ഹൈപ്പർ ലിങ്ക്. ഇനി ഈ ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. ഷോർട്ട് കട്ട് കീ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പർ ലിങ്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+K. കൺട്രോളും കെയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് കീ വരും. നമ്മൾ നോക്കുക, നമ്മളപ്പോൾ ഈ ഷീറ്റിൻ്റെ സെയിം ഇതിലേക്ക് നമ്മൾ പോകുന്നെങ്കിൽ പ്ലേസ് ഇൻ ദിസ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫയൽ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് കൊടുക്കുക. സെയിൽസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിലാണ് ഞാൻ ഡേറ്റാസ് കൊടുത്തിട്ടുള്ളൂ. സെയിൽസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷീറ്റിലേക്ക് കൺട്രോൾ പോയിക്കോളും. റിപ്പോർട്ട് മീൻസ് ഹൈപ്പർ ലിങ്കിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+K. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, റിമൂവ് ഹൈപ്പർ ലിങ്ക് കൊടുത്താൽ മതി, നമുക്ക് റിമൂവ് ആയിക്കൊള്ളും. ഇതിപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ്, അത് മീൻസ് ബുക്ക് 1 തന്നെ നമ്മൾ ഷീറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സാലറി ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വർക്ക് ബുക്കിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം, ഒന്നുകിൽ Ctrl+K കൊടുക്കുക, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഇൻസേർട്ട് മെനുവിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഹൈപ്പർ ലിങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് ഉണ്ട്. അപ്പോൾ സെയിം വർക്ക് ബുക്ക് ചെയ്യാൻ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ്, എക്സിസ്റ്റിംഗ് ഫയൽ നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫയലിലേക്ക് പോകണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ട എക്സലിൻ്റെ സാലറി ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, നമ്മൾ ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇതായിട്ട് ലിങ്ക് വന്നു, സാലറി ഡീറ്റെയിൽസ് ലിങ്ക് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ എസ് കൊടുക്കുക, ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോയിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാനും, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പാസ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് കഴിയും. ഇതാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക്, മറ്റ് ഷീറ്റുകളായിട്ട് ലിങ്ക് ചെയ്യുക. മറ്റ് ഷീറ്റായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യുന്നതാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്.
ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു പേര് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് എപ്പോഴും ഒരു പേര് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ സെലക്ട് ചെയ്യുക, ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഹൈപ്പർ ലിങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സിന് നെയിം കൊടുക്കുക. ഇപ്പോൾ HH എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒരു എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് നേരിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പേര് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ നമുക്ക് അതിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഡേറ്റാസ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.